ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോകുന്നു. അപ്പം നമ്മൾ എന്തൊക്കെയാണ് എടുക്കുന്നതെന്നും പിന്നെ നാളെ എൻ്റെ സ്കൂളിൽ മറ്റന്നാൾ എൻ്റെ പുതിയ സ്കൂളിലേക്ക് പോകുന്നതും എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പം വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാം. അവിടേക്ക് നോക്കി 2 കിളികളെ കണ്ടോ? ഒരു മഞ്ഞക്കിളിയും ഒരു ചുവപ്പ് കിളിയും. ഈ 2 കിളികളുടെ കൂടെയാണ് നമ്മൾ ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്നത്. ഇതാണ് നമ്മുടെ സ്വന്തം നന്ദ. അങ്ങനെ നമ്മൾ രാംനാട്ടിലെത്തി. ഇനി അമ്മേനെ പിക്ക് ചെയ്യണം ഗൈസ്. ഗൈസ് ഇവിടെ നല്ല തിരക്കാണ്. നമ്മളിവിടെ കുറേ നേരമായി തപ്പുന്നു. പക്ഷെ എനിക്ക് വേണ്ട രീതിക്കുള്ള ടിഫിനോ പിന്നെ എനിക്ക് വേണ്ട രീതിക്കുള്ള ബുക്കിൻ്റെ കവർ ചെയ്യുന്ന പേപ്പറോ ഇവിടെ ഇല്ല ഗൈസ്. സോ നമുക്ക് ബാഗും ഇല്ല. സോ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പുളിക്കൽ പോയിട്ടുണ്ടെങ്കിൽ തപ്പിപ്പിടിക്കാം. പക്ഷെ ഇപ്പം നമുക്ക് ഇവിടെ ഒന്നും കിട്ടാനില്ല. കുറച്ച് എന്താ പറയുക അല്ലറ ചില്ലറ സാധനങ്ങൾ, അംബ്രല്ല, പിന്നെ അതുപോലത്തെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കിട്ടി. നല്ല അപ്പം ഭയങ്കര ചൂടാണ് ഇവിടെ. അമ്മ ബാങ്കിൽ നിന്ന് ഇറങ്ങിയില്ല, നമുക്ക് ടൈം കിട്ടിയില്ല. ഞങ്ങൾ നോക്കട്ടെ. ഇവിടെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മറ്റേ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ മറ്റേ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ ചോപ്പറിലുണ്ട്. ഇവിടെ നമുക്ക് കറി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇവിടെ ടിഫിനൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ കൊറിയർ അയക്കാൻ പറ്റും. ഡോറേൻ്റെതൊക്കെ ഇതിലേതെങ്കിലും ഒന്ന് എടുക്കണം. എനിക്ക് ഇത് നല്ല ഇഷ്ടപ്പെട്ടു. ഇതാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇത്ര നേരമായിട്ടൊരു ബാഗ് കിട്ടില്ല. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു നമ്മൾ പോവാണ്. ഗായ്സ് നമ്മളിവിടെ രാംനാട്ട് അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്. ഗായ്സ് എൻ്റെ കണ്ണ് നോക്കൂ ഗായ്സ്. സ്മോക്കി ഗായ്സ്. നമ്മളെല്ലാവരും ബസ്സിലെത്തിയിരുന്നതാണ്. അങ്ങോട്ട് അനങ്ങാൻ സ്ഥലമില്ല, ഇങ്ങോട്ട് അനങ്ങാൻ സ്ഥലം. നമ്മൾ സാൻഡ്വിച്ച് പോലെ ഇങ്ങനെ ഈ സാൻഡ്വിച്ചിനുള്ള ബർഗറിനുള്ള പാറ്റി പോലെ. നമ്മളിപ്പോൾ സ്വീറ്റ് ഹോമിലാണ്. നമ്മളിപ്പോൾ സ്വീറ്റ് ഹോമിൽ ഞം കഴിക്കാം. എല്ലാ ദിവസത്തെയും പോലെ അവിയലേക്കാണ്. ഗായ്സ് ഇന്നലെ ഷോപ്പിങ്ങിനൊക്കെ പോയി വന്ന് നല്ല ടയേർഡായിട്ടോ. അപ്പം എനിക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. സോ ഇന്ന് ഞാൻ എന്തായാലും കാണിച്ചു തരാം. പിന്നെ ഇപ്പം നമ്മൾ പോകുന്നത് എൻ്റെ യൂണിഫോം അടിച്ചത് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ്റെ മാമൻ ആണ് യൂണിഫോം അടിക്കുന്നത്. അപ്പം നമുക്കത് പോയി വാങ്ങണം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇന്നലെ വാങ്ങിച്ചതെന്നൊക്കെ കാണിച്ചു തരാം. അധികം സാധനങ്ങളൊന്നുമില്ല. നമ്മൾ വളരുന്തോറും നമുക്ക് എന്താ പറയുക, എനിക്കെങ്ങനെയാണ് എന്താ പറയുക, എല്ലാത്തിനോടുള്ള ക്രേസ് കുറഞ്ഞു വരിക. സോ ഒത്തിരി സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ, വളരെ കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഈ വഴി ഇങ്ങനെ പോകണം ഗൈസ്. അവിടെ ഒരു കാട് പോലെയൊക്കെ തന്നെയാണ്. വളർന്നു കാണിച്ചു തരാം. ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ ഫോറസ്റ്റ്. കണ്ടോ, ഫോറസ്റ്റ് അല്ല, എക്സ്ട്രീംലി ഫോറസ്റ്റ് അല്ല, ബട്ട് എന്താ പറയുക, കുഞ്ഞി ചോട്ടാപ്പി ഫോറസ്റ്റ്. നമ്മൾ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് യൂണിഫോമും പിന്നെ അങ്ങനെ വാങ്ങിയതൊക്കെ ഞാൻ കാണിച്ചു തരാം. അമ്മ ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിരുന്നു ഞാൻ വിചാരിച്ചില്ല. എൻ്റെ ഫോട്ടോ ഉള്ള നെയിം സ്ലിപ്പ് അമ്മ തന്ന് ഗൈസ്. അത് വാങ്ങാൻ പോവാണ്. അനിയനില്ല ഗൈസ്, മുഞ്ചി. എൻ്റെ നെയിം സ്ലിപ്പ് കൈ കിട്ടിയിട്ടുണ്ട്. എനിക്കിത് വേണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ആക്ച്വലി ഞാനിതൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പം എന്തായാലും കൊണ്ടുവന്നില്ലേ, നമുക്ക് അതേ 1-2 ബുക്ക് പൊട്ടിക്കാം.
അപ്പോൾ ഗായ്സ് നമ്മുടെ സംഭവം നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. വൺ സെക്കൻഡ് അവിടെ നിന്ന് അവിടെ തന്നെ നിന്നു. വണ്ടർഫുൾ വണ്ടർഫുൾ ഗായ്സ്. എൻ്റെ പിക്ക് ഇതാ ഗായ്സ്, എൻ്റെയും അമ്മയുടെയും ആണുള്ളത്. എൻ്റെ പിക്ക് ഇനി അമ്മയുടെ പിക്ക് കാണിച്ചു തരാം. ഗായ്സ് അമ്മയുടെ പിക്ക്. എൻ്റെ ഗായ്സ് നമ്മൾ അവനെ പറ്റിച്ചതായിരുന്നു ഇല്ലാന്ന് പറഞ്ഞിട്ട്. ഗായ്സ് നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടോ എന്ന് പറയണം. ബിക്കോസ് ഞാൻ നൈറ്റിലാണ് വീഡിയോ എടുക്കുന്നത്. സോ ഇവിടെ ആകെ ഒരു ലൈറ്റിൻ്റെ ഒരു വെട്ടം മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്നാൽ ഞാൻ വാങ്ങിച്ച കൊച്ചു സാധനങ്ങൾ, കുഞ്ഞു സാധനങ്ങൾ കണ്ടാലോ. കഴിഞ്ഞ ഇതേ ടൈമിൽ ഞാൻ വീഡിയോ എടുത്തപ്പം അന്ന് കുറച്ചുകൂടിയും ചെറുതായിരുന്നല്ലോ. മീൻസ് 8th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ അത്ര ഇതൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ കൊല്ലം ഞാൻ നിങ്ങൾക്ക് ഫുള്ള് അനിയൻ്റെതും എൻ്റെതും എല്ലാതും ഞാൻ എന്താ പറയുക ഒരു സ്റ്റാപ്ലർ പിന്നെ അടക്കം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക്. അത്രയ്ക്കും ഒരു വിവരമില്ലാത്ത കുട്ടിയായിരുന്നു ഞാൻ 8th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ. സോ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് തന്നെ മഴക്കാലമാണ്. കുട എന്താ ബ്ലാക്ക് കളർ ആണ് കേട്ടോ. ഐ ലൈക്ക് ബ്ലാക്ക്. പിന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട് മൈ ബാഗ് ഗായ്സ്. ഇത് ഞാൻ ഒരു കടയിൽ പോയി അവിടെ തപ്പി. ഒരു ഭാരത് പറഞ്ഞൊരു രാമേട്ടർ ഏതൊരു കട ഉണ്ടായിരുന്നു, ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അവിടെ പോയപ്പം എനിക്കിഷ്ടപ്പെട്ട ബാഗൊന്നുമില്ല. അവിടെ ഫുള്ളി പ്രിൻ്റ് വരുന്ന ഈ സ്പൈഡർമാൻ, സൂപ്പർമാൻ, ഹൾക്ക് ആ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് അപ്പം ഞാൻ എന്താക്കി നമ്മുടെ സ്വന്തം നാട്ടിൽ വന്ന് പുളിക്കൽ വന്ന് അവിടെ എവിടെയാ സിറ്റി ഫാൻസി അല്ല നിറം ഫാൻസിയിൽ പോയപ്പം അടിപൊളി ബാഗ് ഇട്ട് എനിക്ക് എന്താ പറയുക പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രയ്ക്കും നല്ല അടിപൊളി ബാഗാണ്. കുഞ്ഞു ബാഗാണ്. പക്ഷേ ഞാൻ പറഞ്ഞു അമ്മയോട് കഴിഞ്ഞ വർഷം ഞാൻ സൈഡ് ബാഗായിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പം 9th എത്തുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ബുക്സ് കൂടുകയല്ല, എന്നാലും എന്താ പറയുക പുതിയ സ്കൂളിലേക്ക് പോകില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു പോ ഞാൻ കാണിച്ചു കൊടുത്തോളാം. പുതിയ സ്കൂളിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി നല്ല ബാഗൊക്കെ വാങ്ങിക്കാം. മീൻസ് സൈഡ് ബാഗ് എനിക്കെന്തോ ഈ ഷോൾഡർ മാത്രം നല്ല പെയിനായിരുന്നു ഇട്ടിട്ട്. പക്ഷേ ഇറ്റ്സ് ഗുഡ്. ഓക്കെ നെക്സ്റ്റ് ഇതാണ് എൻ്റെ ബാഗ് ഗായ്സ്. ഇവിടെ ഒരു പോക്കറ്റ് പോലെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സിബ് ഉണ്ട്. നെക്സ്റ്റ് ഇവിടെ പിന്നെ ഫൈനൽ സിബ്. ഇതിനുള്ളിൽ വേറൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ, പോക്കറ്റ്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് വാട്ടർ ബോട്ടിൽ ഗായ്സ്. ഇതെങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ബുക്ക് ആപ്പ് അത് ഒരു 3 എണ്ണം. ഇത് തികയിരിക്കുമെന്ന് തോന്നുന്നു. ഇതിലിനി വാങ്ങണോ എന്നറിയില്ല. നമുക്ക് എന്തായാലും തികഞ്ഞില്ലെങ്കിൽ ഇനി വാങ്ങാം. ഗായ്സ് നമ്മൾ അമ്പലത്തിൽ പോകാറ്. ഇവിടെ പോണ വഴിക്ക് കുറേ നായ്ക്കൾ. കല്ലെടുത്ത് നോക്കിയാ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ പോകുന്നുണ്ട്. ഇതൊന്നും ചന്ദനം നമ്മളതിന് അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോകുന്നു ഗായ്സ്. ഇവിടെ തൊട്ടടുത്താണ് അമ്പലം. സോ പെട്ടെന്ന് പോയി വരാൻ പറ്റും.
ഇങ്ങനെ വീണ്ടും തൊട്ടടുത്ത് അമ്പലമുള്ളവർ കമൻറ്റ് ചെയ്യണം. ഗൈസ് നമ്മൾ സ്കൂളിൽ പോവാണ്. ഞങ്ങൾ രണ്ടുപേരും നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരുടെയും ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അനിയൻ്റെ സ്കൂളിൽ പോകുന്ന വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. എൻ്റെ സ്കൂളിലേക്ക് പോകുന്ന ഒരു വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അനിയൻ്റെ സ്കൂൾ. അനിയൻ പഠിക്കുന്നത് AMM LP പുളിക്കൽ സ്കൂളിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ബൈ.